സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. സംസ്ഥാനത്തെ ഡാമുകളിൽ ഇനി അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% ജലം മാത്രം. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവാണ് ജലനിരപ്പിൽ അനുഭവപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗൗരവം വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. 2025 KECB നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 43% ജലശേഖരം ഉണ്ടായിരുന്നു. അതായത് 4140.25 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരുതൽ. എന്നാൽ 2026 എത്തുമ്പോൾ ഇത് 34% കുറഞ്ഞു. ഉൽപാദനശേഷി 1772.80 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയിരുന്നു. ഫറോക്കിൽ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ബസ് ജീവനക്കാരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. കാറിന് സൈഡ് നൽകിയില്ലെന്ന് പറഞ്ഞ് 4 അംഗ സംഘം ബസ് ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു. ന്യൂ സ്റ്റാർ ബസ് ഡ്രൈവർ അൻഷാദിനാണ് പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ BJP പ്രവർത്തകരും നാട്ടുകാരും തമ്മിൽ സംഘർഷം. പോലീസുകാർക്ക് മർദ്ദനമേറ്റു. നിലവിൽ സംഘർഷത്തിൽ അയവ് വന്നിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്കാണ് സംഘർഷം തുടങ്ങിയത്. 2 വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ് സംഘർഷമായി മാറിയതെന്നാണ് വിവരം. BJP പ്രവർത്തകയ്ക്ക് നേരെ ഈ പ്രദേശത്തെ ഒരാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും അത് ചോദിക്കാനെത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നും BJP പ്രവർത്തകർ ആരോപിക്കുന്നു. പോലീസ് BJP പ്രവർത്തകർക്ക് നേരെ മൃഗീയമായി ലാത്തിചാർജ് നടത്തിയെന്നും ആരോപണമുണ്ട്. പുറത്തുനിന്ന് ആരും എത്തിയില്ലെന്നും പോലീസ് പ്രശ്നം ഗുരുതരമാക്കിയെന്നും ഇവർ ആരോപിക്കുന്നു. പേരൂർക്കട ഊനാമ്പാറയിൽ തീപിടുത്തം. മാൻഷൻ പാം ഹിൽസ് ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അരുൺ SS കുമാറിന്റെ ശ്രീദക്ഷ എന്ന ഇരുനില വീടാണ് അഗ്നിക്കിരയായത്. ഏകദേശം 1 വർഷം മാത്രം പഴക്കമുള്ള വീടാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിൽ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ അടുക്കള, വർക്ക് ഏരിയ, ഡൈനിങ് ഏരിയ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്തത്തിൽ നിന്നുണ്ടായ കനത്ത ചൂടിൽ മുകൾ നിലയിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും മറ്റ് ഗൃഹോപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ജിപ്സം ബോർഡും തടി കൊണ്ടുള്ള പാനലിംഗും തീ അതിവേഗം പടരാൻ കാരണമായി എന്നാണ് പ്രാഥമിക നിഗമനം. വിവരം അറിഞ്ഞുടൻ തിരുവനന്തപുരം അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി 2 മണിക്കൂറോളം നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. വെളത്തൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. 25 വയസ്സുകാരനായ പടിഞ്ഞാറേക്കോട്ടെ സ്വദേശി ഡെൽജോയ്ക്കാണ് പരിക്കേറ്റത്. ഇയാളുടെ തോളിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശിവരാമപുരം ഉന്നതിയിലെ പൊന്മണി എന്ന പേരുള്ള ഇനോസ്, ആദിത്യൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവർക്കും 19 വയസ്സാണ്. ഇന്നലെ രാത്രി 7:30യോടെയാണ് സംഭവം ഉണ്ടായത്. അരിമ്പൂർ നമ്പൂർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ വെച്ചാണ് വാക്കുതർക്കമുണ്ടായത്.